നമ്മളുടെ വിഷയം നമുക്ക് അഭിനയിക്കാതിരിക്കാം എന്നാണ്. വളരെ ആശങ്ക തോന്നുന്നു. അതെങ്ങനെയാണ് അഭിനയിക്കാതിരിക്കാം എന്ന് നമുക്ക് ചർച്ച ചെയ്യുക എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏതാണ്ട് ആഫ്രിക്ക, അന്റാർട്ടിക്ക ഒഴിച്ച് ബാക്കി ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും നാടകം തിയേറ്റർ പേഴ്സണായി പോയിട്ടുള്ള അന്തർദേശീയ ഒരു നാടക പ്രവർത്തകനാണ് ജിജോയ്. അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് നമുക്ക് അഭിനയിക്കാതിരിക്കാം എന്ന് പറയുന്ന ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ കഴിയും? എന്താണ് അതിൻ്റെ കൃത്യമായ ഒരു ആലോചന? ഞാനിവിടെ ഈ ആക്ടിങ് എന്ന് പറയുന്നത്, നമുക്കത് ആക്ടിങ് നല്ല ഒരു അഭിനയം ചെയ്യാതിരിക്കുമ്പോഴാണല്ലോ നമ്മളൊരാൾ അഭിനയിക്കുകയാണ്, നല്ല പെർഫോമൻസ് ആണ് എന്ന് പറയുന്നത്. ഞാൻ ആ ഒരു ആംഗിളിലാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഈ നമുക്ക് എങ്ങനെ അഭിനയിക്കാതിരിക്കാമെന്ന് പറയുന്നത്. അപ്പോൾ അഭിനയിക്കാതിരിക്കലാണ് ഒരു നല്ല അപ്രോച്ച് എന്ന്, അല്ലെങ്കിൽ അത് അങ്ങനെ ഓഡിയൻസിനെ കൊണ്ട് തോന്നിപ്പിക്കലാണ് ഒരു നല്ല കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ഇതിലാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന് വേണ്ടത് നമുക്ക് കുറേ ട്രെയിനിങ് ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളിപ്പോൾ ഒരു പാരമ്പര്യമാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകനല്ലേ അയാൾ നടനായിരിക്കും എന്നൊക്കെ പറയുന്നതിൽ വലിയ കാര്യമില്ല എന്നാണ് അധ്യാപകനായിട്ടുള്ള ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് തോന്നുന്നത്. കാരണം അപ്പം പിന്നെ ട്രെയിനറായിട്ട് നമ്മുടെ ആവശ്യമില്ലല്ലോ, എല്ലാ സ്കൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ലാന്നുള്ളൊരു സംഭവം വരും. പക്ഷേ നമുക്ക് ട്രെയിനിങ് വേണം. എല്ലാ മേഖലയും, കലാമേഖലയും പോലെ തന്നെ അഭിനയം എന്ന് പറയുന്ന മേഖലയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് വേണം. ആ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് ഞാനൊരു പക്ഷേ അടുത്തൊരു ഘട്ടത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നു. അതൊരു പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് കൂടുതലും ലീ സ്ട്രാസ്ബർഗ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാനിസ്ലാവ്സ്കിയുടെ ഒരു വിദ്യാർത്ഥിയുണ്ട്. അദ്ദേഹമാണ് ഈ പറയുന്ന സെൻസ് മെമ്മറി, സെൻസ് അവെയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ സിസ്റ്റവും തന്നെ ബേസിക്കലി ഇത് സൈക്കോളജി ആണല്ലോ, മനഃശാസ്ത്രമാണല്ലോ. അത് ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ഭാവനാത്മകമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഒരു കഥാപാത്രം എങ്ങനെ ബിഹേവ് ചെയ്തേക്കാം എന്നുള്ളൊരു ആലോചനയാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. അതിനെ പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ അങ്ങനെ ഈ ലീ സ്ട്രാസ്ബർഗിൻ്റെ ഒരു ഏരിയ ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു സ്ക്രീൻ ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നാട്യശാസ്ത്രത്തിലെ ഈ പറയുന്ന ലോകധർമ്മിയായിട്ട് ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് ന്യൂറോ സയൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇമോഷൻസ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇമോട്ട് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് ഇമോഷൻസ് ഇവോൾവ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ആലോചിക്കാനാണ് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാറ്. പിന്നെ ആനിമൽ എക്സസൈസുകളുണ്ട്. ഈ ആനിമലിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റുകൾ, നമ്മളിപ്പോൾ ഒരു ക്യാരക്ടറിനെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഒരു ഹോമോ സാപ്പിയൻ മാത്രമല്ലല്ലോ, നമ്മുടെയൊക്കെ പുറകിൽ നമ്മളൊക്കെ കണക്റ്റഡ് ആണല്ലോ. നമുക്ക് എവല്യൂഷനൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ ഹോമോ സാപ്പിയൻസ് മാത്രമല്ല, മറ്റ് ജീവികൾ, മറ്റ് ബീയിങ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. അവരുടെ ബിഹേവിങ് പാറ്റേണുകളും നമ്മുടേതുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ, അവരുടെ ആ ക്യാരക്ടറിസ്റ്റിക്സിനെയൊക്കെ നമുക്ക് നമ്മുടെ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊരു ആലോചന. അപ്പോൾ അങ്ങനെ ഈ ഏരിയയൊക്കെയാണ് ഞാൻ സാധാരണ കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാറും പ്രാക്ടിക്കലായിട്ടൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അഭിനയിക്കാതിരിക്കലാണ് അഭിനയം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടുകൾ ചെയ്തു കഴിഞ്ഞാൽ ഈ എല്ലാ സിസ്റ്റങ്ങളും നേരിട്ട് ഒരു ഫിലിമിൽ അപ്ലൈ ചെയ്യാനോ ഒരു തിയേറ്ററിൽ അപ്ലൈ ചെയ്യുകയല്ല, നേരെ മറിച്ച് ഇതൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുക്കുക, നമ്മുടെ ഹോംവർക്കായിട്ട് ചെയ്യാനാണ് ഇതെല്ലാം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതാണ് തുടക്കത്തിൽ പറയാനുള്ളത്. ഞാൻ ആനന്ദ് സാറിന് കൊടുക്കാൻ തോന്നുന്നു അല്ലേ? നമ്മുടെ എറണാകുളത്ത്, അല്ലെങ്കിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 നാടക സംഘങ്ങളിൽ, അതിൽ തനത് നാടകങ്ങൾ കൈകാര്യം ചെയ്യുന്ന 2 സംഘങ്ങളിലെ ഇന്നുള്ളതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘമാണ് ലോകധർമ്മി. ഈ ലോകധർമ്മിയിൽ ഞാൻ കണ്ടിട്ടുള്ള നാടകങ്ങളിൽ കൂടുതലും അത്തരത്തിൽ നാട്യപ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ സ്റ്റൈലൈസ്ഡ് പ്ലേകളാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിലുള്ള ആക്ടേഴ്സ് കൂടുതലുള്ള ഇടത്ത് നിന്ന് വളരെ റിയലിസ്റ്റിക്കായി നിലവിൽ സിനിമയിലുള്ള മറ്റ് നടന്മാരെക്കാൾ മനോഹരമായിട്ട് റിയലിസ്റ്റിക്കായി ആക്ട് ചെയ്യുന്ന നടന്മാരെ വെച്ച് നമ്മൾ ഞെട്ടിച്ച സംവിധായകനാണ് ആനന്ദ് ഏകർഷി.
എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? കാരണം നാടകത്തിൽ നിൽക്കുന്ന ആക്ടേഴ്സിനെ വളരെ റിയലിസ്റ്റിക്കായി ആക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് അവരെ നമുക്ക് പോലും അതിശയിപ്പിക്കുന്ന രീതിയിൽ, കാരണം അതിലുള്ള പല ആക്ടേഴ്സിനെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അവരെങ്ങനെയാണ് ആ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത്? എങ്ങനെയാണ് സാർ അത് കൈകാര്യം ചെയ്തത്? എല്ലാവർക്കും നമസ്കാരം. ഈ എങ്ങനെ അഭിനയിക്കാതിരിക്കാം എന്നുള്ള ഭയങ്കര രസകരമായിട്ടുള്ളൊരു എന്താ പറയുന്നത് ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു ടൈറ്റിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ എന്താണ് ഈ അഭിനയിക്കാതിരിക്കുക എന്ന് പറയുന്നത്? അഭിനയിക്കുകയാണെന്ന് തോന്നാതിരിക്കുക എന്നുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം. ഞാൻ ആ ആട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് എനിക്കെപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ, ഈ ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത്, സത്യസന്ധത എന്ന് പറയുന്ന കാര്യം ഏതൊരു മനുഷ്യനും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ അപ്പുറത്തെ ആൾ പറയുന്ന കാര്യം വളരെ ഇൻ്റലക്ച്വലി ഉദാത്തമായ കാര്യമായിരിക്കും. പക്ഷെ പറയുന്നത് സത്യസന്ധമാണോ അല്ലയോ എന്നുള്ളത് നമ്മൾക്ക് അയാളുടെ വാക്കുകളിൽ നിന്ന്, അയാളുടെ ചേഷ്ടകളിൽ നിന്ന്, അയാളുടെ നോട്ടത്തിൽ നിന്ന്, അയാൾ അതിന് മുമ്പ് പറഞ്ഞതിനും അതിന് ശേഷം പറഞ്ഞതും ഒക്കെ ചേർത്ത് വെച്ച് നമുക്കത് മനസ്സിലാവും, നമുക്ക് ഫീൽ ചെയ്യും. നമുക്ക് ഒരു രുചി, ഇവനൊരു സാമ്പാറിനകത്ത് പോലും ആ സാമ്പാറിൻ്റെ എല്ലാ ചേരുവകളും കറക്റ്റായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സത്യസന്ധത എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും മറ്റൊരാളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വർക്ക് ഓഫ് ആർട്ടിൽ പോലും. അതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുടെയൊക്കെ പെയിൻറ്റിങ്സ് കാണുമ്പോൾ, കുഞ്ഞുങ്ങൾ പാടുമ്പോൾ അവർ പാടുന്നത് ശ്രുതിയിലല്ലെങ്കിലും താളത്തിലല്ലെങ്കിലും അവരുടെ പെയിൻറ്റിങ്സിനകത്ത് ഈ പറയുന്ന തിയറികളൊന്നും അപ്ലൈഡ് അല്ലാത്തപ്പോഴും നമ്മൾക്കത് ആസ്വദിക്കാൻ പറ്റുന്നത് അതിൻ്റെ ട്രൂത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളിലേക്ക് ഹിറ്റ് ചെയ്യുന്നത് കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ആണ് അഭിനയത്തിലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു മകൻ മരിച്ചു കിടക്കുന്ന രംഗം, മകൻ മരിച്ചു കിടക്കുന്ന ആ രംഗത്തിലേക്ക് നടന്നു വരുന്ന ഒരു അച്ഛനെ കേമന്മാരായ പല നടന്മാർ അഭിനയിച്ചാൽ പല രീതിയിലായിരിക്കും അഭിനയം. അതിനകത്ത് വൺ റൈറ്റ് വേ ഓഫ് ഡൂയിങ് ആൻ ആക്ടിങ് ഇല്ല. പക്ഷെ ഒരു കോമൺ ഫാക്ടർ നമുക്ക് ഉണ്ടാവുക നല്ല നടന്മാരിൽ കാണുന്നത് ട്രൂത്ത്ഫുൾനെസ് ആയിരിക്കും. അവരുടേതായ രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഒരാൾ അലറി കരയുമായിരിക്കും, ഒരാൾ വളരെ സട്ടലായിട്ടായിരിക്കും, ഒരാൾ പലതും പിച്ചും പെയ്യുമായിരിക്കും പറയുന്നത്. പക്ഷേ ഒരു സ്പേസിങ് കൊടുത്താൽ ഈ ട്രൂത്ത്ഫുൾനെസ് ആണ് ഒരു അഭിനയത്തെ മാസ്ക് ചെയ്യുന്ന, അഭിനയമല്ല അത് അയാൾ ജീവിക്കുകയാണെന്ന് തോന്നുന്ന ഒരു കാര്യം എന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ആട്ടത്തിലേക്ക് വരുമ്പോൾ ആട്ടത്തിൻ്റെ ഒരു ചാലഞ്ച്, അല്ലെങ്കിൽ ആട്ടം ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യമാണ്. ആട്ടത്തിലെ അഭിനേതാക്കൾക്ക് വേണ്ടി ചെയ്ത സിനിമയാണ് ഈ തിയേറ്ററിലുള്ള. ഞാനും ആ ലോകധർമ്മി എന്ന് പറയുന്ന നാടക സംഘത്തിൽ ഒരു 15 വർഷത്തോളം വർക്ക് ചെയ്തതാണ്. അപ്പോൾ അതിലെ വിനയ് ഫോർട്ട് പറഞ്ഞു അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണമെന്ന്. അങ്ങനെ അവർക്ക് വേണ്ടി എഴുതി ഉണ്ടാക്കിയ സിനിമയായിരുന്നു. അപ്പോൾ ഏറ്റവും വലിയ ചലഞ്ച് ഇതായിരുന്നു. ഞങ്ങളെല്ലാം ലോകധർമ്മിയിലൊക്കെ ചെയ്തിട്ടുള്ള നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ക്ലാസിക്, കർണഭാരം പോലുള്ള നാടകങ്ങൾ, വളരെ എന്താ പറയുന്നത്, പാട്ടും കാര്യങ്ങളും വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസസ്, സാധാരണ നാടകത്തിൽ നിന്ന് പോലും കൂടുതലായിട്ടുള്ള എക്സാജറേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസസ് ഇൻ എ ഗുഡ് വേ ഉള്ള ഒരു സ്പേസിൽ വർഷങ്ങളോളം ട്രെയിൻഡ് ആയിട്ടുള്ളവരാണ് അതിലുള്ള ആക്ടേഴ്സ് എല്ലാവരും. അതിൽ സെൽവൻ ചേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഫോമിൽ നിന്ന്, തിയേറ്ററിൻ്റെ ഫോമിൽ നിന്ന് ആട്ടത്തിലേക്ക് വരുമ്പോൾ ആട്ടത്തിൽ നമുക്ക് വേണ്ടിയിരുന്നത്, ആട്ടത്തിൻ്റെ കഥയും സ്ക്രിപ്റ്റും എല്ലാം എഴുതി കഴിഞ്ഞപ്പോൾ ഓരോ സിനിമയുടെയും സിനിമയും ആവശ്യപ്പെടുന്നൊരു അഭിനയമുണ്ട്. എല്ലാ സിനിമയ്ക്കും വളരെ റിയലായിട്ടുള്ള ബിഹേവിയറാണ് വേണ്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ടായിരുന്നത് ഒരു ഓഡിയൻസ് ഒരു ഫ്ലൈ ഓൺ ദ വാൾ പോലെ, അതായത് ഒരു CCTVയിലൂടെ നോക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണോ നമുക്ക് അത്രയും റിയലായിട്ട് കാണുന്ന ഭയങ്കര ബിഹേവിയർ പോലെ തോന്നണം എന്നുള്ളത് ആട്ടത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നു, ആ സ്ക്രിപ്റ്റിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇവരെ ആ തിയേറ്ററിൻ്റെ ആ ഫോമിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഞങ്ങളുടെയൊക്കെ കൂടുതലുള്ള ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ തന്നെ കൈയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ജസ്റ്റേഴ്സ്, കൈയും കണ്ണും പുരുകവും ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര എനർജിയാണ്. അപ്പം ഇതിനെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഡിഫിക്കൽട്ട് ടാസ്ക്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സിനിമയുടെ ഒരു അഭിനയവും അല്ലായിരുന്നു വേണ്ടത്, വളരെ ബിഹേവിയർ എന്ന് പറയുന്ന പോലെ അവർ പറയുന്ന ഡയലോഗ്സ് അവരപ്പം വായി തോന്നിയത് പറഞ്ഞതാണെന്ന് തോന്നണം, ആ രീതിയിൽ റിയൽ ആക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ഞങ്ങളൊരു 35 ദിവസം റിഹേഴ്സൽ ചെയ്തു. ഒരു 35 ദിവസത്തെ വർക്ക്ഷോപ്പ് പോലെ ആയിരുന്നു. കാരണം ഓൾറെഡി എഴുതിയ ഇൻ്റർവെൽ വരെയുള്ള സീൻസ്
ക്യാമറ വെച്ചിട്ട് റിഹേഴ്സൽ. കാരണം ഈ അഭിനയം ക്യാമറയ്ക്കാണല്ലോ വേണ്ടത്. അതുകൊണ്ട് ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ആക്ടിങ്ങിന് തിയേറ്റർ ആക്ടേഴ്സ് അത്ര യൂസ്ഡ് അല്ല. ഒരു 10 സെക്കൻഡ് അഭിനയിക്കുക, 15 സെക്കൻഡ് അഭിനയിക്കുക, പിന്നെ വേറെ ആംഗിളിലേക്ക് അഭിനയിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ പോർഷൻ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി പോർഷൻ പിന്നെ വൈകുന്നേരം പിറ്റേ ദിവസം ചെയ്യുക. ഇതിലേക്ക് അവരെ അക്ലമറ്റൈസ്ഡ് ആക്കുക എന്നുള്ളതായിരുന്നു ചലഞ്ച്. അപ്പം ഈ 35 ദിവസത്തെ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ആ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു ഈ സിനിമയ്ക്ക് ഏറ്റവും കോറായിട്ട് വേണ്ടിയിരുന്നു. അതുകൊണ്ട് ആ ക്യാമറ വെച്ചിട്ടുള്ള 35 ദിവസം റിഹേഴ്സൽസ് ഭയങ്കരമായിട്ട് സഹായിച്ചു. പിന്നെ ഇവർ ഡയലോഗ് പഠിച്ച് ആട്ടത്തിൽ എല്ലാവരും എന്നോട് ചോദിക്കും, ഇങ്ങനെ ഇത് ഇംപ്രവൈസ്ഡ് ആണോ ഡയലോഗ്സ് എന്നുള്ള. ഒട്ടും ഇംപ്രവൈസേഷൻ ഉണ്ടായിരുന്നില്ല. സ്ക്രിപ്റ്റിലുള്ള കാര്യമാണ് അവർ പറഞ്ഞത്. പക്ഷേ അവരത് ഇത്രയും ദിവസം റിഹേഴ്സൽ ചെയ്തുകൊണ്ട് ഡയലോഗിനെ കുറിച്ച് അവർക്ക് ആലോചിക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. പിന്നെ അതിൽ ആ 11 പേരിൽ ഓൾമോസ്റ്റ് 8 പേരോളം ആദ്യമായിട്ടാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് സിനിമയുടെ ഒരു സെറ്റിലേക്ക് വന്നിട്ട് ഇത്ര ആളുകൾ ചുറ്റിനും നിൽക്കുന്നു, ലൈറ്റ്, ക്യാമറ, ഇങ്ങനെ അഭിനയിക്കുമ്പോൾ അവരൊരു നെർവസ് ആവരുത്. ഇതൊക്കെ അഭിനയത്തിൻ്റെ തടസ്സങ്ങൾ എന്താണെന്നായിരുന്നു ഇവർക്ക് നല്ലൊരു പെർഫോമൻസിലേക്ക് വരാനായിട്ട് എന്തൊക്കെ തടസ്സങ്ങളുണ്ട് എന്നുള്ളതായിരുന്നു ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ ഇതൊരു തടസ്സമാണ്, പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരുന്നു. ഇനി ഇൻഫാക്റ്റ് ഞങ്ങൾ ക്ലാപ്പ് ബോർഡ് ഒഴിവാക്കി. അതായത് ഇപ്പോൾ ഇവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സാധനം ചെയ്തു, നമ്മൾ അവരോടൊരു സട്ടിൽ ചേഞ്ച് പറഞ്ഞു, അവർ ഇമ്മീഡിയറ്റ്ലി ആ മൂഡിലാണ്. അതിൽ നിന്ന് മാറാനായിട്ട് ചിലപ്പോൾ ഈ ക്ലാപ്പൊക്കെ വന്ന് അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ അതിൽ നിന്ന് സ്നാപ്പ് ഔട്ട് ചെയ്ത് പോകും. അപ്പോൾ അത്രയും ഫിലിമിൽ ട്രെയിൻഡ് ആക്ടേഴ്സ് അല്ല, അതുകൊണ്ട് ക്ലാപ്പ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഒരു ചേഞ്ച് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒക്കെ അത്തരം കാര്യങ്ങൾ അവർ ട്രെയിൻഡ് ആയിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡയലോഗ്സ് അവർക്കൊരു തടസ്സമല്ലാതെ വന്നുകൊണ്ട് ഫസ്റ്റ് ഡേ മുതൽ തന്നെ അവർ വളരെ കംഫർട്ടബിളായി മാറി എന്നുള്ള. പിന്നെ ഇപ്പോൾ അതിനകത്തെ മൂവ്മെൻറ്റ്സും എല്ലാ കാര്യങ്ങളും എല്ലാം കൊറിയോഗ്രാഫ്ഡാണ്. ഒരാൾ ഇന്ന ഡയലോഗിൻ്റെ ഇന്ന ഭാഗത്ത് ആ ഒരു ഗ്ലാസ് എടുത്ത് ഇങ്ങോട്ട് വെക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ ഒരു 80% കാര്യങ്ങൾ കൊറിയോഗ്രാഫ്ഡാണ്. പക്ഷേ അത് റിയലായിട്ട് തോന്നണം എന്നുള്ളതായിരുന്നു. അതിനായിരുന്നു ട്രെയിനിങ്. അപ്പോൾ ഈ നാട്യശാസ്ത്രം നമ്മുടെ ഭാരതത്തിൽ നാട്യശാസ്ത്രം എന്ന് പറയുന്നത് എപ്പോഴും ആക്ട് ചെയ്ത് കാണിക്കണം, നമ്മൾ ഷോ ചെയ്യണം എന്നാണല്ലോ പറയണത്. പക്ഷെ നമ്മുടെ വിഷയം ഡോണ്ട് ആക്ടിങ്ങുമാണ്. എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ഒരുപക്ഷെ നമുക്കായിരിക്കും അങ്ങനൊരു ശാസ്ത്രം തന്നെ, ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുക എന്നുള്ള രീതിയുള്ളത്. അവിടെ നിന്ന് നമ്മൾ ആക്ട് ചെയ്യേണ്ട. കാരണം ഒരു കാലത്ത് നമ്മൾ നാടകത്തിലൊക്കെ വരണ സമയത്ത് മിക്കവാറും നാടകങ്ങളെല്ലാം കൂടുതലായി അഭിനയിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറേ നാടകത്തിൽ അങ്ങനെ ഒരു യൂണിവേഴ്സൽ സ്വഭാവം മലയാളത്തിലേക്കൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പല നാടകങ്ങളിലും. അപ്പോൾ എങ്ങനെയാണ് ഈ നേരത്തെ സാർ പറഞ്ഞതുപോലെ നാട്യശാസ്ത്രവും അല്ലെങ്കിൽ ഈ ഡോണ്ട് ആക്ടിങ്ങും ഇത് തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കതിനെ ഒന്ന് വിശകലനം ചെയ്യാവുന്നത്? അതായത് നാട്യശാസ്ത്രത്തിൽ ഞാൻ ചെയ്യാറ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അറിയാലോ, ഇപ്പോൾ ഇവിടെ ഡാൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാട്യശാസ്ത്രത്തിനൊക്കെ സമീപിക്കുന്ന വ്യക്തികളൊക്കെ കൂടെ ഒരുപാട് ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു നാട്യധർമ്മി അല്ല നമുക്ക് കൂടുതൽ വരിക. നമുക്കൊരു ഈ ലോകധർമ്മി എന്ന് പറയുന്ന ആ ഒരു അപ്രോച്ച് ആയിരിക്കും നമുക്ക് വേണ്ടി വരിക. അപ്പോൾ നമ്മളിപ്പോഴും റിക്വസ്റ്റ് ചെയ്യുക, ഈ പറയുന്ന ഡിഫറെൻറ്റ് ഇമോഷൻസിൽ ആ കുട്ടികൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഹാപ്പിനെസ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ശൃംഗാരത്തിൽ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് ആ ശൃംഗാരം എന്ന് പറയുന്ന ഒരു ഫീൽ എപ്പോഴാണ് വന്നിട്ടുള്ളത്? അപ്പോൾ അത് നിങ്ങൾക്ക് അവരെ കൊണ്ട് നമ്മൾ ഓർത്തെടുപ്പിക്കും. അപ്പോൾ ആദ്യമായിട്ട് വന്നപ്പോൾ ആ ഒരു ഫീലിംഗ് വന്നപ്പോൾ അത് റീകളക്ട് ചെയ്യാൻ പറയും. അത് നമ്മൾ റീലിവ് ചെയ്യാന്നുള്ള ടേമാണ് ഉപയോഗിക്കുക. റീലിവ് എന്ന് പറയുന്നത് റീകളക്റ്റിനേക്കാളും, അല്ലെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഷോ ചെയ്യുക, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന ടേമിനേക്കാളും കുറച്ചും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് റീലിവ്. അപ്പോൾ ആ റീലിവിൽ തന്നെ നിങ്ങൾ ആ യഥാർത്ഥമായിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി. അല്ലാതെ ഒന്നും നിങ്ങൾ പെർഫോം ചെയ്യുകയോ ഷോ ചെയ്യുകയോ ഒന്നും ആ ഒരു പാറ്റേൺ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ശൃംഗാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത്, നമ്മൾ അതിനെ റീകളക്ട് ചെയ്ത് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുകയാണ്, നമ്മൾ അവതരിപ്പിക്കുക, റീലിവ് ചെയ്യുകയാണ്. ആ റീലിവ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ആ സമയം ആദ്യമായിട്ടൊരു പ്രണയം തോന്നുന്ന ഒരു സമയം അത് എവിടെ വെച്ചിട്ടാണ്, അതിൻ്റെ എന്തായിരുന്നു ആ കാഴ്ച, ഏത് റൂമായിരുന്നു അല്ലെങ്കിൽ ഒരു ഗാർഡനായിരുന്നു, അവിടെ എന്തൊക്കെയായിരുന്നു ആ കാഴ്ചകൾ, അവിടുത്തെ എയർ എന്തായിരുന്നു,
അവിടെ കാറ്റുണ്ടായിരുന്നോ, എപ്പോഴായിരുന്നു, പകലായിരുന്നോ, ഉച്ചയായിരുന്നു, ഈവനിങ് ആയിരുന്നോ? ഇത് നമ്മളിങ്ങനെ ഓർത്തെടുക്കുന്നതോടുകൂടിയിട്ട് പിന്നെ എപ്പോഴാണ് അത്രയൊരു ഫീലിംഗ് വന്നത്, ആരോടാണ് വന്നത്, അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂം എന്തായിരുന്നു, ആഹാരം എന്തായിരുന്നു, അതിന് സ്മെല്ലുണ്ടായിരുന്നോ? ഇതെല്ലാം നമ്മൾ റീകളക്ട് ചെയ്യണം, ഇതെല്ലാം റീലീവ് ചെയ്യണം. ഇത് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങിയത്, ഇതെല്ലാം വരുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന ശൃംഗാരം എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഇമോഷൻ നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ, നമ്മുടെ ബ്രെയിനിൽ വന്നിട്ട് നമ്മുടെ എൻറ്റയർ ബോഡിയിൽ, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ബ്രീത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വോയിസിൻ്റെ ടെക്സ്ചറിനെ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇൻറ്റോനേഷൻ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, നമ്മുടെ പിച്ചിനെ, നമ്മുടെ വോളിയത്തിനെ, അതിനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ആ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, ഞാൻ ഈ തോട്ട് വന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ആ ചിരി വന്നത്, ആ സമയത്താണ് ഞാനിവിടെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത്. ഇതെല്ലാം നമുക്ക് കിട്ടുകയാണ്. അത് നമ്മുടെ ഓണായിട്ടുള്ള ആ ഒരു ഇമോഷന്, നമ്മുടെ സ്വന്തം ഇമോഷന് കിട്ടുമ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ പടി. അപ്പോൾ പിന്നെ മറ്റൊരാളുടെ ഒരു കഥാപാത്രം നമുക്ക് കിട്ടുമ്പോൾ അതിന് ഈസി ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടായ അത്തരം അനുഭവങ്ങൾ, അതിപ്പോൾ നമുക്ക് ആ ശൃംഗാരവും അല്ലെങ്കിൽ ഹാസ്യവും ഒക്കെ ഇത്തരം പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് ചെയ്യുമ്പോഴാണ്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേദനയും അല്ലെങ്കിൽ അസൂയയും ദേഷ്യവും ഒക്കെ നമ്മൾ ചെയ്യിപ്പിക്കുക. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ഈ ഇമോഷൻസ് തമ്മിലുള്ള വ്യത്യാസം. നമ്മളാകെ ടയർഡായിപ്പോവും. നമ്മൾ ഒരു പെയിനൊക്കെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ, കുട്ടികളെ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടും നമ്മൾ ക്യാമറ കട്ട് ചെയ്തിട്ടും കുറേ സമയം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും, നേരത്തെ ക്ലാസ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പറയുന്നത്, അപ്പോഴാണ് നമുക്ക് ജീവിതത്തിലും ഇതാണ് വേറൊരു ആംഗിൾ. നമ്മൾ ഈ ആക്ടിങ്ങിൻ്റെ ഒരുപാട് ലെസൺസ് നമ്മളെ നല്ലൊരു മനുഷ്യനാക്കുന്നുണ്ട്, വേറെ തരത്തിൽ നമ്മളെ സിവിലൈസ്ഡ് ആക്കുന്നുണ്ട്, നമ്മളെ കൾച്ചറൈസ് ചെയ്യുന്നുണ്ട്. അത് അല്ലെങ്കിൽ ഈ പറയുന്ന ഡെമോക്രസിയിലുള്ള അല്ലെങ്കിൽ ഒരു സെക്യുലർ സ്റ്റേറ്റിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു ജെൻഡർ നീതിയിൽ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 48 വയസ്സാണ്. എൻ്റെ ഒന്നും ഈ ഒരു ടീനേജിൽ, ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ പഠിച്ചത്, സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചു, രമേഷ് സാറുണ്ട് സീനിയറായിട്ട്. അപ്പോൾ ആ സമയത്തൊന്നും ഈ ജെൻഡർ ഇക്വാലിറ്റിയെക്കുറിച്ചോ അതിൻ്റെ ഒരു നൈതികതയെക്കുറിച്ചിട്ടുള്ളൊന്നും ഇത്തരം ചർച്ചകൾ ആ സമയത്തൊന്നും അതിനുണ്ടായിട്ടില്ല. നമ്മുടെ മീഡിയകളോ ഒന്നും സ്കൂൾസിലോ കോളേജിലോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളപ്പോൾ ഇപ്പോഴത്തെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇപ്പോഴത്തെ കുട്ടികളായിട്ട് സംവദിക്കുമ്പോഴാണ് നമ്മൾ അവരിൽ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്. ആക്ച്വലി നമ്മളാണ് അധ്യാപകർ എന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയല്ല എന്നുള്ളൊരു പോയിന്റ് കൂടി ഞാൻ പറയുകയാണ്. ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ ഈ പറയുന്ന അറിവുകളുടെ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പിന്നെ അതിൽ തന്നെ നമ്മൾ 2025 നമ്മൾ നാട്യശാസ്ത്രത്തിനെ സമീപിക്കുമ്പോൾ അതിൽ ഈ പറയുന്ന ജെൻഡർ ആയിട്ടുള്ള ഇനിക്വാലിറ്റി കാണാൻ പറ്റും. അല്ലെങ്കിൽ കൈശികിയുടെ വൃത്തിയുടെ സമയത്താണ് നമ്മൾ സ്ത്രീകളെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ, അത്തരം കഥാപാത്രങ്ങൾ സൗന്ദര്യമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ആരുപടിയുടെ സമയത്തോ അല്ലെങ്കിൽ മറ്റതിലൊന്നും. ഇപ്പോൾ നമുക്ക് എല്ലാ പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്, പക്ഷേ നാട്യശാസ്ത്രത്തിലേക്ക് പ്രധാന കഥാപാത്രങ്ങളൊക്കെ തന്നെ ഈ പറയുന്ന ക്യാരക്ടേഴ്സിനൊന്നും ആവശ്യമില്ല. പ്രത്യേകിച്ചും സൗന്ദര്യത്തിനൊക്കെ പറ്റി ആലോചിക്കുമ്പോഴാണ് അപ്സരസിനെ വേണമെന്നും ഒക്കെ പറയുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള നമുക്ക് കാസ്റ്റിസം അതിൽ ആരോപിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ലിംഗ അനീതികൾ ആരോപിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് ഉണ്ട്. ഇതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ 6000 ശ്ലോകം ഉണ്ടെങ്കിൽ ഒരു 5950 ശ്ലോകവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് അറിവുകൾ തരുന്ന. പക്ഷെ ഒരുപക്ഷെ ഒരു 50 ശ്ലോകമെങ്കിലും ചിലപ്പോൾ അതിൽ ഈ 2000-2500 വർഷത്തിനിടയിൽ പലരാൽ, ഭരതമുനിമാരാണ്. അതൊരു പുതിയ പഠനങ്ങൾ പറയുന്നത് ഒരു പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ മാതിരി അതൊരു ഒരു തൂലികാ നാമമാണ്, അല്ലാതെ ഒരാളല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ അത് ആ കാലഘട്ടത്തിൽ എഴുതിയതാണേ. അപ്പോൾ അതായത് സോക്രട്ടീസും അല്ലെങ്കിൽ പ്ലാറ്റോ ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ്. നമ്മൾ തന്നെ ഒരു മൊബൈൽ തന്നെ 6 മാസം കൂടുമ്പോൾ തന്നെ എത്രയോ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ സമയത്തുള്ള ചിന്തകളൊക്കെ അതിലും കാണും. അപ്പോൾ പക്ഷേ 2025 നമ്മളത് പഠിപ്പിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതൊക്കെ പ്ലസ് ആണെന്ന് പറയുമ്പോഴും ഇത്തരം കാര്യങ്ങൾ അത് വിമർശനാത്മകമായിട്ട് തന്നെ സമീപിക്കണം എന്നുള്ള പോയിന്റ് കൂടെ പറഞ്ഞിട്ട് വേണം നമ്മൾ അതിനെ സമീപിക്കാൻ. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റികൾ കൂടും, മനസ്സിലായോ? നമ്മൾ ഈ പറയുന്ന സംഭവങ്ങൾ പഠിപ്പിക്കാതെ വരുമ്പോഴാണ് ഹേമ കമ്മിറ്റിയുടെയൊക്കെ ആവശ്യം വരുന്നത്. അപ്പോൾ ഇപ്പോൾ കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ നമ്മളിപ്പോൾ പെൺകുട്ടികളുടെ എണ്ണമൊക്കെ നമ്മൾ കൂട്ടാൻ, അല്ലെങ്കിൽ LGBTQ+ ഒക്കെ എണ്ണം നമ്മൾ കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. എനിവേ, അപ്പോൾ നാട്യശാസ്ത്രത്തിനെ സമീപിക്കും ഇങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് എന്ന് പറഞ്ഞാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരാൾ അഭിനയിക്കുമ്പോൾ നമ്മൾ അഭിനയിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. ഒരു നടൻ കള്ളനായിട്ട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പോലീസുകാരനായിട്ട് അഭിനയിക്കുന്നു, അല്ലെങ്കിൽ വില്ലനായിട്ട് അഭിനയിക്കുന്നു. നമുക്ക് ആനന്ദിൻ്റെ സിനിമയിൽ ഒരു വില്ലനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അതിലൊരു വില്ലൻ ഉണ്ട് താൻ, കൃത്യമായൊരു വില്ലൻ അവിടെ ഉണ്ട്. പക്ഷെ വില്ലനെ അഭിനയിച്ചിട്ടില്ല. വില്ലൻ ആശയപരമായ എവിടെയാണ് വില്ലൻ കിടക്കുന്നത്. എല്ലാവരും വില്ലനാകുമ്പോൾ തന്നെ അപ്പം തന്നെ കൊമ്പം മീശ വെച്ച് ഇവിടെ ഒരു മറുക് വെച്ച് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ ആക്ടേഴ്സിനെ ലെൻസിൽ, ഓരോ ലെൻസിൽ ആക്ടേഴ്സിനെ ഏത് രീതിയിലാണ് നമ്മൾ അവരെ ആക്ട് ചെയ്യുന്നത്, അല്ല അവർ ശീലിക്കേണ്ടത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ സാർ? ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു നല്ല ആക്ടർ, അല്ലെങ്കിൽ ഒരു നല്ല ആക്ടർ എന്നല്ല, ഒരു ആക്ടറിന് അയാളുടെ അഭിനയത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ പ്രേക്ഷകനോ കാണുന്നവർക്കോ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന ഉത്തരവാദി അതിൻ്റെ സംവിധായകനാണ്. സിനിമയിലെ ഏത് മേഖലയിലും എന്ത് കുറവുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദി സംവിധായകനാണ്. ഇപ്പോൾ ഒരു ആക്ടറിൽ നിന്ന് അയാളുടെ നമുക്ക് വേണ്ട ഒരു സാധനത്തെ എടുക്കാനുള്ള ഒരു പ്രാപ്തി ഡയറക്ടറിനുണ്ടാവണം. അതിന് ഓരോ ആക്ടറിനും ചിലപ്പോൾ ഓരോ വഴിയായിരിക്കും. നമ്മൾക്കൊരു സെറ്റിലായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ കിട്ടുന്നത്. ഇപ്പോൾ ആട്ടത്തിൽ ഷാജോൺ ചേട്ടൻ അഭിനയിക്കുന്നു. അപ്പോൾ ഷാജോൺ ചേട്ടൻ സിനിമയിൽ വരുന്നത് ഈ റിഹേഴ്സൽസ് ഒന്നുമില്ല. എന്നാൽ ഷാജോൺ ചേട്ടൻ എന്ത് ചെയ്തു? ഷാജോൺ ചേട്ടന് നാടകം അഭിനയിക്കുന്ന രംഗങ്ങളുണ്ട്. ഷാജോൺ ചേട്ടൻ സിനിമയിൽ നാടകം അവതരിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. അദ്ദേഹത്തിന് നാടകം ചെയ്ത് പരിചയമില്ല. സിനിമയിലെ നാടകം ക്ലാസിക്കലായിട്ടുള്ള ഒരു പ്ലേ ആണ്. വളരെ ഈ പറയുന്ന ഉറക്കെ അഭിനയിക്കേണ്ട ഒരു സംഗതിയാണ്. അതിന് നമ്മൾ പറയും ഷാജോൺ ചേട്ടൻ നാടകത്തിൻ്റെ റിഹേഴ്സലിന് വരണം. അപ്പോൾ ഷാജോൺ ചേട്ടൻ നാടകത്തിൻ്റെ റിഹേഴ്സലിന് വരുമ്പോൾ ഷാജോൺ ചേട്ടനെ പഠിപ്പിക്കുന്നത് ഇവരാണ്. പഠിപ്പിക്കുന്നത് നമ്മുടെ സെൽവൻ ചേട്ടനും ഒക്കെയാണ് ഷാജോൺ ചേട്ടനെ ട്രെയിൻ ചെയ്യുന്നതും എങ്ങനെ ചെയ്യണം. അപ്പോൾ ഷാജോൺ ചേട്ടൻ അവിടെ വിദ്യാർത്ഥിയാണ്. ഇതേ ഷാജോൺ ചേട്ടൻ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർ ഷാജോൺ ചേട്ടൻ്റെ അഭിനയത്തെ നോക്കി പഠിക്കുകയാണ്. അവർ എങ്ങനെയാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഷാജോൺ ചേട്ടൻ ഈ കണ്ടിന്യൂറ്റിയുടെ ഒക്കെ ഒരു മാസ്റ്ററാണ്. അപ്പം എങ്ങനെ ഒരു സീൻ ചെയ്യാൻ നേരത്തെ, ഏത് ആംഗിളിൽ ചെയ്യാൻ നേരത്തെ, ഇപ്പോൾ അദ്ദേഹം ഈ യൂറോപ്യൻ ട്രിപ്പിൻ്റെ കാര്യം പറയാൻ വരുന്ന സമയത്ത് അദ്ദേഹം വെള്ളം ഒഴിച്ച് കുടിക്കുന്ന ഒരു രംഗമുണ്ട്. അത് ഏത് ആംഗിളിൽ എടുക്കുമ്പോഴും ആ വെള്ളത്തിൻ്റെ അളവ് പോലും, ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ അളവും അത് വെക്കുന്നതും അത് കുടിക്കുന്ന ഏത് ഡയലോഗിൻ്റെ പോയിന്റിലാണ് അത് കുടിക്കുന്നത് എന്നുള്ളതൊക്കെ എക്സാക്ട്ലി സെയിം ആണ്. എന്നാൽ അത് ഏച്ച് കെട്ടിയതുപോലെ തോന്നുകയില്ല. ഇപ്പം ഷാജോൺ ചേട്ടൻ ആട്ടത്തിൽ വന്ന് 2ാമത്തെ ദിവസം ഷാജോൺ ചേട്ടന് മനസ്സിലായി സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു സാധാരണ സിനിമയിൽ അഭിനയിക്കുന്ന ആ ഒരു മീറ്റർ പോലും ഈ സിനിമയ്ക്ക് വേണ്ട എന്ന് പുള്ളിക്ക് ക്വിക്കായിട്ട് മനസ്സിലാവും. അത് പുള്ളിയോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പലപ്പോഴും പല ആക്ടേഴ്സിനും പല സംഗതികളും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അല്ല, അവരിൽ നിന്ന് നമ്മളത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾക്ക് പറ്റാതെ വരുന്നത് കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ലെൻസിങ്ങിന് വേണ്ടിയിട്ട് അഭിനയിക്കുക അങ്ങനെയുള്ള കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത് നമ്മുടെ മറ്റ് ആക്ടേഴ്സിനാണ്, ഈ തിയേറ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ആക്ടേഴ്സിനാണ്. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര കൈയും കാലും ഇട്ടൊക്കെ അഭിനയിക്കുന്ന ആളെ നമ്മൾ എങ്ങനെ ഒതുക്കും? ഇപ്പോൾ അതിനകത്തൊരു സുധീർ ഏട്ടൻ എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്, സുധീർ ബാബു എന്ന് പറഞ്ഞാൽ. അപ്പോൾ സുധീർ ബാബു എന്ന് പറഞ്ഞാൽ തിയേറ്റർ ആക്ടറുമാണ്, തിയേറ്റർ ട്രെയിനറുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്ക് ഭയങ്കര കൺട്രോൾഡ് സീരിയസ് വ്യക്തി ആക്കണം. അധികം ചേഷ്ടകളൊന്നും ഇല്ലാത്ത, അദ്ദേഹം ജീവിതത്തിൽ അങ്ങനെയല്ല. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു അപ്രോച്ച് എടുത്ത് വെച്ചാൽ പുള്ളിക്ക് അതുവരെ ജീവിതത്തിൽ ഇടാത്ത ഒരു വേഷം കൊടുത്തു എന്നുള്ള, പുള്ളിയെ ഒരു കെമിസ്ട്രി ടീച്ചറാക്കി പുള്ളിക്ക് ഫോർമൽസ് ഇന്നൊക്കെ ചെയ്ത് ബെൽറ്റൊക്കെ കൊടുത്ത് വാച്ചൊക്കെ കൊടുത്ത് കണ്ണാടിയൊക്കെ കൊടുത്ത് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അദ്ദേഹം അതുമായിട്ട് ഒട്ടും യൂസ്ഡ് അല്ല, പിന്നെ ഒതുങ്ങി നിന്നേ പറ്റും. അപ്പോൾ ഏതിനകത്തും ഞാൻ അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ ഒരു ഹൈസും ലോസും ഒന്നും മോഡുലേഷൻസ് ഒന്നും അധികം ഇല്ലാത്ത ഏത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം വളരെ ഫ്ലാറ്റായിട്ട് പറയുന്ന ഒരു രീതിയാണ്. ഈ പലപ്പോഴും ഈ സത്യസന്ധത, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്ടിങ്ങിൻ്റെ സത്യസന്ധത, ഇത് ഫൈനലി സിനിമയിൽ വേണ്ടത് സ്ക്രീനിലാണ്. നമ്മൾ നേരത്തെ അവിടെ ഇരുന്ന് സംസാരിച്ചല്ലോ, ഇത് ഈ ആക്ടർ അനുഭവിക്കുന്നത് സത്യസന്ധമാണോ എന്നുള്ളതൊക്കെ ഒരു ഡിബേറ്റബിൾ ക്വസ്റ്റ്യൻ ആണ്. ചില സമയത്ത് അഭിനയിക്കുന്ന ആൾക്ക് ഞാൻ ചെയ്തതിനകത്ത് ഒരു സത്യസന്ധതയില്ല, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചെയ്തതെന്ന് തോന്നുകയും, പക്ഷെ നമുക്ക് മോണിറ്ററിൽ വളരെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഒരു സീനിനകത്ത്
ഒരു ആക്ടർ ചിലപ്പോൾ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തു എന്ന് അയാൾക്ക് ആട്ടത്തിൽ അങ്ങനെ ഇഷ്ടം പോലെ ഇൻസിഡൻസ് ഉണ്ട്. അയാൾ ഒരു ആക്ടർ ഒരു സീനിനകത്ത് പൊട്ടിക്കരഞ്ഞ് സത്യസന്ധമായിട്ട് കരഞ്ഞതാണ്, പൊട്ടി അങ്ങോട്ട് കരഞ്ഞ്, നമ്മൾ സ്ക്രിപ്റ്റിലില്ല, അദ്ദേഹം സത്യസന്ധമായിട്ട് കരഞ്ഞു പോയി. പക്ഷേ വിഷ്വലി അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഒന്ന് ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോയി, രണ്ട് വെച്ചിരിക്കുന്നത് വളരെ ക്ലോസ് ആണ്. അപ്പം വളരെ എന്താ പറയുന്നത് കാർട്ടൂണിക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മൂന്ന് സിനിമയുടെ ടോട്ടൽ മീറ്ററിൽ നിന്ന് ഒരു ആക്ടർ ജമ്പ് ഔട്ട് ചെയ്തു, പക്ഷെ അദ്ദേഹം അനുഭവിച്ചത് വളരെ സത്യസന്ധമാണ്. നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ അദ്ദേഹത്തെ വീണ്ടും ഈ ക്രാഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വെച്ച് ചെത്തി മിനുക്കി ഒതുക്കി അദ്ദേഹം അദ്ദേഹത്തിന് ഫീൽ ചെയ്യാത്തൊരു സാധനമാണ് ചെയ്തത്, പക്ഷേ നമുക്ക് വളരെ കറക്റ്റാണ്. ഈ ഒരു കോൺട്രഡിക്ഷൻ ഞാൻ പേഴ്സണലി ആക്ടേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ നേരത്ത് അനുഭവിക്കാറുണ്ട്. ഞാൻ ഒരേ സമയം എനിക്ക് ആക്ടേഴ്സിനെ ഇങ്ങനെ നേരിട്ട് കണ്ട് നോക്കലല്ല, ഞാൻ അവരെ ബേസിക് സീൻ ബ്ലോക്കിംഗ് റിഹേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മോണിറ്ററിലാണ് കാണേണ്ടത് എന്നൊരു അപ്രോച്ച് എനിക്കുണ്ട്. കാരണം ഇവരെ ഫൈനലി കാണുന്നത് മോണിറ്ററിലാണ്, ഫൈനലി കാണുന്നത് സ്ക്രീനിലാണ്. ഇവരെ ക്യാപ്ചർ ചെയ്യപ്പെടുന്നത് ലെൻസിനകത്തൂടെ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മളൊരു വൈഡ് വെക്കുമ്പോൾ ഒരേ സീൻ, ഒരേ ഡയലോഗ്, ഒരേ ഇമോഷൻ വൈഡ് വെക്കുമ്പോൾ ഉള്ള ഒരു എക്സ്ട്രീം വൈഡ് വെക്കുമ്പോഴുള്ള ഒരു കാര്യം അല്ല, ഇത് ബേസിക്കാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേ ഒരു കാര്യമായിരിക്കില്ല ക്ലോസിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവരെ അവെയർ ആക്കുക. നമ്മൾ ആട്ടത്തിനകത്ത് സിനിമകൾ ഇട്ട് കാണിച്ചിട്ടുണ്ട്, നല്ല എസ്പെഷ്യലി ഇറാനിയൻ ഫിലിംസ് ആയിരുന്നു നമ്മുടെ ഒരു റെഫറൻസ്. അപ്പോൾ ഇറാനിയൻ ഫിലിംസ് വെച്ചിട്ട് അവിടെയും ആക്ച്വലി തിയേറ്റർ ആക്ടേഴ്സാണ്. തിയേറ്റർ ആക്ടേഴ്സ് 8-9 മാസം ഇതുപോലെ ക്യാമറ വെച്ച് റിഹേഴ്സൽ ചെയ്തിട്ടാണ് അസ്ഗർ ഫറാദിയുടെയൊക്കെ ആക്ടേഴ്സ് സിനിമയിൽ വന്നിട്ട് അഭിനയിക്കും, അത്രയും റിയലിസ്റ്റിക് ആയിട്ട് അഭിനയിക്കും. അപ്പോൾ അത്തരം പ്രോസസ്സുകളിലൂടെയൊക്കെ ഇവരെ വിടുക എന്നുള്ളതായിരുന്നു വൺ തിങ്. അങ്ങനെയാണ് ആട്ടത്തിൽ ഇത് അച്ചീവ് ചെയ്തത്. യെസ്. അതുപോലെ തന്നെ ജിജോയ് മറ്റൊരു സിനിമയുടെ ട്രെയിനറായിരുന്നു. ജയ്ബീമിൻ്റെ ആക്ടേഴ്സിനെ മുഴുവൻ ട്രെയിൻ ചെയ്തത് അദ്ദേഹമാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അവിടെ എങ്ങനെയാണ് നമ്മൾ ആക്ടേഴ്സിനെ ട്രെയിൻ ചെയ്തത്, അവരെ എങ്ങനെയാണ് അഭിനയിക്കാതിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിപ്പിച്ചത്? അത് ജയ്ഭീം എന്ന് പറഞ്ഞ ഒരു തമിഴ് ഫിലിമായിരുന്നു, നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. സൂര്യ ആക്ടറായിരുന്നു പ്രധാനമായിട്ട്. അതിലൊരു പ്രധാന സംഭവം എന്ന് പറയുന്നത് ഇരുളർ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ സെഞ്ചി എന്ന് പറയുന്ന പ്രദേശത്താണ് ഒരു പർട്ടിക്കുലർ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അവർ നോൺ ആക്ടേഴ്സാണ്. സമൂഹത്തിലെ അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കസ്റ്റോഡിയൽ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയായിരുന്നു അത്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ അവരെ അത്തരം ഒരു ആക്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട്, ഫിലിം ആക്ടിങ്ങായിട്ട് ബന്ധപ്പെട്ട് വലിയ എക്സ്പീരിയൻസ് ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ അല്ലാതെ നോക്കുമ്പോൾ അവർ ഒരുപാട് ഫോക്ക് ഫോമുകളൊക്കെയുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് നമുക്കൊരു ക്രെഡിറ്റ് ഒന്നും നമുക്ക് അവകാശപ്പെടാനില്ല. അപ്പോൾ അതിനെ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്യാമറയായിട്ട് ബന്ധപ്പെട്ട് അവരെ ഒരു എക്സ്പോഷർ കൊടുക്കുക എന്നുള്ള കാര്യങ്ങൾ, അത് കൂടുതലും ആക്ടിങ് ഗെയിംസുകളൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച് അവരൊരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുക എന്നുള്ളൊരു പണിയെ അതിൽ ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. നമ്മളെപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പോഴേ നമ്മളെപ്പോഴും ആലോചിക്കുക, ഓക്കെ, ആ ക്യാരക്ടറിൻ്റെ അതേ പ്രൊഫഷനുള്ള അല്ലെങ്കിൽ അതേ ഏജ് ഗ്രൂപ്പിലുള്ള അതേ ജെൻഡറുള്ള അതേ സെക്ഷൽ ഓറിയൻറ്റേഷനുള്ള ആരെ നമുക്കറിയാം, എന്നിട്ട് നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കുമല്ലോ. പക്ഷേ നമ്മൾ അതിലുപരിയായിട്ട് നമ്മൾ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിലെ ചില ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ആനിമൽസിൻ്റെ ഒക്കെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ആലോചനയുണ്ട്. അത് ഇപ്പോൾ മെർലിൻ ബ്രാൻഡോ ആണെങ്കിലും അല്ലെങ്കിൽ ജിം ക്യാരി ആണെങ്കിലും ഒക്കെ അവർ മാത്രം നമ്മുടെ ഇന്ത്യയിലൊക്കെ ഒരുപാട് ആക്ടേഴ്സ് അത്തരം ആനിമൽസിനെ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആനിമൽസിനെ പറ്റി സ്റ്റഡി ചെയ്യും. ഈ പറയുന്ന ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ അതുമായിട്ട് ചേർന്ന് പോകാവുന്ന ആനിമൽസിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഓഫ് കോഴ്സ് നമ്മൾ ചാനൽസുകൾ, ഈ ആനിമൽസുമായിട്ട് ബന്ധപ്പെട്ട ചാനൽസുകളുണ്ടല്ലോ നമ്മുടെ TV-യിൽ, അത് കാണുമ്പോൾ നമ്മൾ ഇടയ്ക്ക് സൂലൊക്കെ പോകുമ്പോൾ നമുക്ക് അതിൽ പ്രശ്നമുണ്ട്. സൂലെ ആനിമൽസൊക്കെ കേജിലാണല്ലോ. അപ്പോൾ ഈ ആനിമൽസിൻ്റെ ബേസിക് സ്വഭാവം ഉണ്ടല്ലോ, വേട്ടയാടുക എന്ന് പറയുന്ന സംഭവം. ഈ വേട്ടയാടലില്ല, നമ്മൾ ഭക്ഷണം കൊടുക്കണേ ഉള്ളൂ. അപ്പം തന്നെ കേജിലാവുമ്പോൾ അതിൻ്റെ ഒരു ക്യാരക്ടർ കുറേ മാറിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ
വോളിയം അല്ലെങ്കിൽ സ്മെല്ല് അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളാവും. നമുക്ക് വിഷ്വൽ സെൻസറീസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കുറച്ച് ഹെൽപ്ഫുള്ളാവും. അപ്പോൾ എന്നിട്ട് നമ്മൾ അതിനെ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ പതുക്കെ ആ ആനിമൽസിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും ഫിസിക്കൽ മൂവ്മെൻറ്റ്സുകളൊക്കെ നമ്മൾ എടുക്കും. അത് ഒക്കെ ഒരാഴ്ചത്തെ എക്സസൈസാണ്. അത് നമ്മൾ ആ മൂവ്മെൻറ്റ്സുകളൊക്കെ നമ്മൾ പലതരത്തിൽ അത് നമ്മൾ ക്ലാസ് റൂമിലായിരിക്കും, സ്റ്റുഡിയോസിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ കാടൊക്കെ അടുത്തുണ്ടാവുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ അത് ചെയ്യും. അതിൻ്റെ എല്ലാ തരത്തിലുള്ള പിന്നെ ശബ്ദങ്ങളെ നമ്മൾ ചെയ്യും. പിന്നെ ഈ ആനിമൽസ് കഴിക്കുന്ന ഭക്ഷണം അത് ചിലപ്പോൾ ച്യൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അത് ഉണ്ടാവുന്ന നമ്മുടെ കണ്ട ഒരു സൈക്കോളജിക്കൽ ഒരു ഫീൽ ഉണ്ടായിരിക്കുമല്ലോ, അതെല്ലാം നമ്മൾ കിട്ടാൻ ശ്രമിക്കും. എന്നിട്ട് നമ്മൾ പതുക്കെ അതിനെ പറ്റിയുള്ള ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ആൻസെസ്റ്റർ ഏതാണ്, ക്ലോസസ്റ്റ് ആൻസെസ്റ്റർ ഏതാണ്, ഇപ്പോൾ നിലവിലുള്ള ഒരു ടൈഗർ ആണെങ്കിൽ ആ ടൈഗറിൻ്റെ ക്ലോസസ്റ്റ് ആൻസെസ്റ്റർ ആരായിരുന്നു, അതെങ്ങനെയാണ് ഈ പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ടൈഗറിലേക്ക് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, അതിനെന്തൊക്കെയാണ് റീസൺസ്, എന്തൊക്കെയായിരുന്നു അതിൻ്റെ എൻവയോൺമെൻ്റലായിട്ടുള്ള റീസൺസും ഒക്കെ എന്തായിരുന്നു, അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടുള്ള എന്തായിരുന്നു. അപ്പം അങ്ങനെ അത് പഠിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്പാൻ എത്രയാണെന്ന് പഠിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് ഫാമിലി സിസ്റ്റം എങ്ങനെയാണ്, അല്ലെങ്കിൽ ഫാമിലി ഉണ്ടോ, ഒറ്റയാനാണോ, അത്തരം സിസ്റ്റങ്ങളെക്കുറിച്ച്, ഭക്ഷണ രീതിയെക്കുറിച്ച് ഇതെല്ലാം നമ്മൾ പഠിക്കും. അതെല്ലാം ചെയ്തിട്ട് ഈ പറഞ്ഞ ഫിസിക്കൽ മൂവ്മെൻറ്റ്സുകളും അല്ലെങ്കിൽ ശബ്ദങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ആ ശബ്ദത്തിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് നമ്മൾ പതുക്കെ ഈ പറയുന്ന 4 കാലിൽ നടക്കുന്ന ആനിമൽസിനെ നമ്മൾ പതുക്കെ 2 കാലിലാക്കും. എന്നിട്ട് ഈ ഹോമോസാപ്പിയൻ ആക്കും. പക്ഷേ സ്റ്റിൽ നമ്മുടെ ആനിമൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം ഉണ്ടായിരിക്കും, വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് എക്സസൈസ് ഉണ്ട്, ഫോണിംഗ് പ്രോഗ്രാമും കാര്യങ്ങളും, അതേ വോയിസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കുക അതൊക്കെ. എന്നിട്ട് പതുക്കെ അത് കട്ട് ഡൗൺ ചെയ്ത് 1-2 എലമെൻറ്റ്സ് മാത്രം നമ്മൾ ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ആ വളരെ എന്താ പറയുക ഒരു പെരുമാറ്റ രീതിയിൽ തന്നെ അത് സംഭവിക്കും. അപ്പോൾ ഒട്ടും അതിശയോക്തിയോ അമിതമായ അഭിനയമോ ഇല്ലാതെ ഈ പറയുന്ന ആനിമൽസിൻ്റെ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ഔളിനെ നമ്മൾ എടുക്കാമെന്ന് വെച്ചു. ഇപ്പോൾ നത്തിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സുകളും നമ്മൾ ചെയ്ത് നമ്മൾ ആ പ്രാക്ടീസും അതിൻ്റെ എല്ലാം പഠിച്ച ശേഷം നമ്മൾ ഒരുപക്ഷെ എടുക്കുക നത്തിൻ്റെ ഒരു തുറിച്ചുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റയറിങ് സ്വഭാവമായിരിക്കും എടുക്കുക. അപ്പോൾ അത് മാത്രം നമ്മുടെ ക്യാരക്ടർ നമ്മൾ ആരോപിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ആനിമൽസിൻ്റെ ഒരു കിങ്ഡം ഉണ്ടല്ലോ, അത് നമുക്ക് സ്റ്റഡി ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എത്രയോ കണക്റ്റഡാണ് നമ്മളൊരു ഈ ഹോമോസാപ്പിയൻസിൻ്റെ ഇത് കണക്ഷൻ, ആനിമൽസായിട്ടുള്ള കണക്ഷൻ എത്രയോ അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. എത്രയോ ക്യാരക്ടറിസ്റ്റിക്സുകളാണ് ഇപ്പോഴും ഉള്ളത്. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇപ്പോൾ പഞ്ചതന്ത്രം കഥയിൽ നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ചിലപ്പോൾ കഥാപാത്ര ചിത്രീകരണം ആയിരിക്കില്ല നമ്മൾ ഒരു സയൻറ്റിഫിക്കായിട്ട് ഒരു ആനിമലിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ചെന്നായ എന്ന് പറയുമ്പോൾ പഞ്ചതന്ത്രം കഥകളിൽ ചെന്നായ ഒരു ക്രൂരനും ഒക്കെ ആയിട്ടുള്ള ഒരു ആനിമലാണ്. പക്ഷേ ചെന്നായയുടെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് ചെന്നായയുടെ എണയിനെ കുറിച്ചിട്ടും എണയിൽ അദ്ദേഹം കൊടുക്കുന്ന ആത്മാർത്ഥതയും അതിൽ മോണോഗമിക്കും ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് വേറെ പിക്ചറൊക്കെ കിട്ടുക നമുക്ക്. അപ്പോൾ പഞ്ചതന്ത്രം കഥയെ നമ്മൾ കുറച്ചുകൂടെ വേറെ ആംഗിളിൽ നമുക്ക് ഈ ആനിമൽസിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡോങ്കി അല്ലെങ്കിൽ കുരങ്ങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭയങ്കര സ്റ്റീരിയോടൈപ്പ് ആയിട്ടുള്ള ചില ഇമേജുകളുണ്ട്. ആ ഇമേജിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും ഒരു ഹ്യൂമൺ എന്നുള്ള നിലയ്ക്ക്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ ആനന്ദ് സാർ പറഞ്ഞ ഈ ട്രൂത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് എത്താനും നമ്മളെ വേറെ നവീകരിക്കാനും ഭയങ്കരമായിട്ട് ഈ പറയുന്ന ആനിമൽ എക്സസൈസ് ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.